നമസ്തേ. 22/3/2025 ശനിയാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ കമൻറ്റിനകത്ത് ഏതോ ഒരു രാശിക്ക്, തുലാം രാശിയാണെന്ന് എനിക്ക് തോന്നുന്നു, രാശി മറ്റുള്ളവർ നല്ലതാണെന്നല്ലോ പറയുന്നത്, നിങ്ങളെന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചിരുന്നു. ഞാൻ പറയാറുണ്ട്, മറ്റുള്ളവർ എന്തു പറയുന്നു എന്നനുസരിച്ചല്ല ഞാൻ എൻ്റെ ജ്യോതിഷ ഫലങ്ങളെ നിർവചിക്കുന്നത്. ഞാൻ എൻ്റെ പഠിക്കുന്നതനുസരിച്ച്, ഞാൻ പഠിച്ചിട്ടുള്ളതനുസരിച്ച്, എൻ്റെ ഗുരുക്കന്മാരും ആചാര്യന്മാരുമൊക്കെ നൽകിയിട്ടുള്ളതനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് അനുഭവത്തിൽ യോഗ്യരായിട്ടുള്ളവർ മാത്രം എന്നെ പിന്തുടരുക. മറ്റുള്ളവർ അങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും എന്നെ അതിന് കിട്ടില്ല. കാരണം ഞാൻ മറ്റുള്ളവരെ പിന്തുടരുന്നയാളല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നതും ഞാൻ പഠിച്ചതുമായ കാര്യങ്ങൾ മാത്രം പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നവർ, അവർക്ക് അത് അനുഭവത്തിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ പ്രയോജനമുണ്ടാകുമെന്ന് തോന്നുന്നവർ മാത്രം എന്നെ പിന്തുടരുക. കാരണം മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ ഇടയിൽ വന്ന് ഇങ്ങനെ കമൻ്റ് ഇട്ടതുകൊണ്ട് മാത്രം പറയുകയാണ്, മറ്റുള്ളവർ പറയുന്നത് പോലെ എനിക്ക് പറയാനാവില്ല. ഞാൻ പഠിച്ച രീതിയിൽ, എൻ്റെ അനുഷ്ഠാന രീതിയിൽ, ആചാര രീതിയിൽ, എൻ്റെ പഠന രീതിയൊക്കെ വെച്ചുകൊണ്ടേ പറയാൻ കഴിയൂ. അത് കഴിയുന്നവർ മാത്രം എന്നെ പിന്തുടരുക. ഇനി എൻ്റെ വീഡിയോ തുടർച്ചയായി ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് നകത്ത് എന്തെങ്കിലും ഒരു സ്റ്റിക്കറാണെങ്കിൽ പോലും കമൻറ്റ് ചെയ്യുക. നല്ല നിർദ്ദേശങ്ങൾ, ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയാൽ ആ വരുത്തേണ്ടതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാനത് മാറ്റാൻ തയ്യാറാണ്. അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പലരുടെയും കമൻറ്റുകൾ ഞാൻ എൻ്റെ ഇതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. ഫലത്തിൽ ചില കാര്യങ്ങൾ കൂട്ടുകയും ചില കാര്യങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചാണ്. ഇനി നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി എല്ലാ ദിവസവും 6 മണിക്ക് ഞാൻ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. അത് ഒരു നാമജപം പോലെ ഉള്ള ഒരു പോസ്റ്റാണ്. അത് നിങ്ങളൊന്ന് കേൾക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ അതിൻ്റെ താഴെ കമൻ്റായിട്ടിടുക. നിങ്ങളത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക, അതിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാ ദിവസവും ഞാൻ ആ സാധന ഇടുന്നതാണ്. അത് നിങ്ങൾ കഴിയുന്നതും കേൾക്കാനായിട്ടും എന്തെങ്കിലും ഒരു കമൻറ്റ് അതിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നാൾ എന്നോടൊപ്പം ആ 6 മണിക്ക് യാത്ര ചെയ്യുന്നു എങ്കിൽ, 6 മണിക്കെന്നല്ലാതെ 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോടൊപ്പം തുടരാം. കാരണം അത് ഓൺ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അപ്പോൾ അതിലൂടെ എന്നോടൊപ്പം തുടർന്നാൽ കുറച്ചൊക്കെ മാറ്റം നിങ്ങളുടെ മനസ്സിനും സന്തോഷം ഉണ്ടാവും. ആ വിശ്വാസമുള്ളവർ അത് പിന്തുടരുകയും ചെയ്യുക. വൈകിട്ട് 6 മണിക്കാണ് ഇടുന്നത്. ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഇത് പിന്തുടരുക എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇന്ന് 6 മണിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 22/3/2025 ശനിയാഴ്ച മേടം, മകരം രാശിക്കാർക്ക് ശുഭമാണ്. കർക്കിടകം, തുലാം, ധനു രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇടവം, ചിങ്ങം, കന്നി രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം, വൃശ്ചികം, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷം ആണ്. ഈ കഠിന ദോഷം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ദോഷം കൂടുതലാണ്, ചാരവശ ഫലാൽ മനസ്സിലാക്കുക. അപ്പോൾ നന്നായിട്ട് നാമം ജപിക്കുക, ഈശ്വരാരാധന നടത്തുക. കുറഞ്ഞോളൂ, പേടിക്കൊന്നും വേണ്ട അത് കേട്ടിട്ട്, കേട്ടോ. പേടിക്കാനല്ല, ശ്രദ്ധിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്ന് മനസ്സിലാക്കുക. പേടിക്കാനല്ല, ശ്രദ്ധിക്കാനാണ്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി.
ഇനി നമുക്ക് വിശദമായിട്ട് ഓരോന്ന് നോക്കാം. അതുപോലെ എൻ്റെ ശനി ഇട്ടിട്ടുണ്ട്, ശനിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ശനിമാറ്റം വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും കാണുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് ശുഭകരമാണ്. അങ്ങനെ ശുഭകരമാണെങ്കിൽ പോലും മനസ്സ് അത്ര അനുകൂലമല്ല, അസ്വസ്ഥമാകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതേപോലെ ഈ ആസ്തമ പോലുള്ള അസുഖമുള്ളവർ മേടൻ രാശിക്കാർ ശ്രദ്ധിക്കണം. അവർക്ക് ഗുണകരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ മാനസികമായ അസ്വസ്ഥതയ്ക്ക് മെഡിസിനൊക്കെ കഴിക്കുന്നവർ വളരെ കൃത്യതയോടുകൂടി ആ ദിവസത്തെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളവർ മേടൻ രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എങ്കിലും അവർക്ക് പൊതുവേ അതേപോലെ തന്നെ അവർക്കൊരു ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക്, ഗുണകരമാണെങ്കിൽ പോലും. അതിൽ ഉദര സംബന്ധമായ അസുഖങ്ങൾ, പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും. ഒരാത്മവിശ്വാസമില്ലായ്മ, മനസ്വസ്ഥതയില്ലായ്മയൊക്കെ അനുഭവപ്പെടും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ, ദൈവാധീനമുള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാനായിട്ട് മേടൻ രാശിക്കാർക്ക് കഴിയും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലമാണ്. ശത്രുദോഷമൊന്നും മേടൻ രാശിക്കാർക്ക് കാര്യമായിട്ട് ഉണ്ടാകുന്ന സമയമല്ല. ദൈവാധീനമൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ദൈവാധീനമുള്ളത് കൊണ്ട് തന്നെ ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതേപോലെ കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനും ഒക്കെ കഴിയും. സാമ്പത്തികമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഈ ദിവസം ഉണ്ടാകും. മുൻകോപം ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കുക. വാക്കുകൾ അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മ പോരാട്ടോ മേടക്കൂറുകാർക്ക്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളികളുടെയും മക്കളുടെയും ഒക്കെ പിൻബലം മേടക്കൂറുകാർക്ക് ലഭിക്കും. അംഗീകാരങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. തൊഴിൽ മേഖല അനുകൂലമാണ്. തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ മേന്മയുണ്ടാകുകയും ചെയ്യും. ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശി. ഇടവം രാശിക്ക് ദോഷമാണ്, മേന്മയുള്ള ദിവസമല്ല. മനസ്സ് ആവശ്യമില്ലാതെ അസ്വസ്ഥമാകുന്ന ദിവസമാണ്. എന്നാലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. അമിത ആത്മവിശ്വാസം അപകടം ചെയ്യാതിരിക്കാനായിട്ട് ഇടവം രാശിക്കാർ ശ്രദ്ധിക്കണം. കാരണം മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതുകൊണ്ട് ഒരു എടുത്തുചാട്ടമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വാക്കുകളൊക്കെ നന്നായിട്ട് ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കുകയും ചെയ്യും. എന്നാൽ ആസ്തമ പോലുള്ള അസുഖമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഈ ദിവസം. അതേപോലെ ഒരു ആത്മവിശ്വാസക്കുറവും അലസതയൊക്കെ മാറ്റിവെച്ചിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. അത് അനുകൂലമാക്കുകയും ചെയ്യും. സഹോദര സ്ഥാനീയരത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുമെങ്കിലും അത് ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ മാറ്റിയെടുക്കാനായിട്ട് കഴിയും. വാക്കുകൾ അനുകൂലമാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട്. കടബാധ്യതയൊക്കെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എടുത്ത് ചാടി മറ്റുള്ളവരുമായിട്ട് അഭിപ്രായം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട. ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയേണ്ട സാഹചര്യങ്ങൾ പറയാതിരിക്കുക, മാറി നിൽക്കുക. അനാവശ്യമായ വാക്കുകൾ അന്നത്തെ ദിവസം വരാതിരിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയും പ്രതികൂലമാണ്. തൊഴിൽ മേഖലയിൽ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും ലഭിക്കില്ല. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ലഹരിയൊക്കെ ഉപയോഗിച്ച് ഏകാഗ്രത കുറവൊക്കെ ഉണ്ടായിട്ട് തൊഴിൽ മേഖലയിൽ കുഴപ്പമുണ്ടാകാതിരിക്കാൻ. ഇനി മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ്. ശാരീരിക ആരോഗ്യം അനുകൂലമല്ല. എന്നാൽ മനസ്സ് ഒരു പരിധി വരെ സ്വസ്ഥമായിരിക്കും. മനസ്സൊരു പരിധി വരെ സ്വസ്ഥമായിരിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട രീതിയിൽ കൊണ്ടുവന്നെത്തിക്കാൻ കഴിയും. എങ്കിലും ദൈവാധീനം കുറവുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായിരിക്കും.
ഈ മാനസികമായ അസ്വസ്ഥതയ്ക്ക് മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നവർ അത് കൃത്യമായി കഴിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ അസ്വസ്ഥമാകുന്നെന്ന് തോന്നുകയാണെങ്കിൽ ഞാനിടുന്ന പോസ്റ്റ് 6 മണിക്കിടുന്ന പോസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ എല്ലാ ദിവസവും അത് പോലുള്ളത് ഇടും. അപ്പോൾ നിങ്ങളത് കേൾക്കുക. ഗുണകരമാണെങ്കിൽ അതിനെ പിന്തുടരുക. മിഥുനം രാശിക്കാർക്ക് സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രു മൂലമുള്ള ദോഷങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ മിഥുനം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. മക്കളിൽ നിന്ന് ചില മനപ്രയാസമൊക്കെ ഉണ്ടാവും. ധനപരമായ നഷ്ടം ഉണ്ടാവും. ജീവിത പങ്കാളിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്ത് മേന്മയില്ല. മറ്റുള്ളവരിൽ നിന്ന് മനസ്സിന് വേദനിക്കുന്ന അവസ്ഥയൊക്കെ ചിലപ്പോൾ തൊഴിൽ രംഗത്ത് ഉണ്ടായെന്ന് വരും. ചില അംഗീകാരങ്ങളൊക്കെ നോക്കി നിൽക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും മിഥുനം രാശിക്കാർക്ക് ഉണ്ടാവും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മിഥുനം രാശിക്കാരൊന്നും ഉപയോഗിക്കാതിരിക്കുക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം മിഥുനം രാശിക്കാർക്ക് സമയം ഒട്ടും അനുകൂലമല്ല. അപ്പോൾ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസങ്ങളിൽ ഇത് ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കുറച്ച് നാൾ മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ലാത്ത സ്ഥിതിയാണെന്നുള്ളത് കൊണ്ട്. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. ഈ കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവും അലസതയുമൊക്കെ അവർക്കുണ്ടാകും. എങ്കിലും മനസ്സ് പൊതുവെ അവരെ സംബന്ധിച്ചിടത്തോളം കർക്കിടകക്കാർക്ക് അനുകൂലമായിരിക്കും. അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവ് അവർക്ക് പൊതുവെ അനുഭവപ്പെടും. എന്നാലും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയും അവർക്ക് വേണ്ട രീതിയിൽ ഉപകരിക്കുന്നുള്ളത് കൊണ്ട്. ഈ മാതൃസ്ഥാനീയരൊക്കെ ഗുണകരമാണ്. എന്നാൽ പിതൃസ്ഥാനീയർ കർക്കിടക രാശിക്കാർക്ക് അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് മേലധികാരികളിൽ നിന്നും വേണ്ടത്ര മേന്മ കിട്ടുകയുമില്ല. മിഥുനം രാശിക്കാർക്ക് സഹോദര സ്ഥാനീയർ അത്ര അല്ല. കർക്കിടകം രാശിക്കാർക്ക് മിഥുനം കഴിഞ്ഞല്ലോ. കർക്കിടകം രാശിക്കാർക്ക് സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രു മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കടബാധ്യത വരാനുള്ളൊരു സാധ്യത മിഥുനം രാശിക്കാർക്ക് ഉണ്ട്. പക്ഷെ ധനപരമായ വരവുമുണ്ട്. അതുകൊണ്ട് കടം വാങ്ങി ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. എങ്കിലും കടബാധ്യത കൂടുതൽ ഉണ്ടാക്കാതിരിക്കാനായിട്ട് കർക്കിടക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായി വായ്പ വാങ്ങുകയൊന്നും ചെയ്യാനുള്ള സാധ്യത പരമാവധി ഒഴിവാക്കണം എന്നാണ് ഈ പറഞ്ഞത്. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അവരുടെ വാക്കുകളൊക്കെ കേട്ട് സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയാൽ ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യത കാണേണ്ടിയിരിക്കുന്നു. ദൈവാധീനമുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നേർവഴിക്ക് വന്നുകൊള്ളും. ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നടന്നു കിട്ടും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമാണ്. അവരുടെ ഒരു പിൻബലം എല്ലാ കാര്യത്തിലും ഉണ്ടാവും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. സ്വന്തമായിട്ട് തൊഴിൽ നടത്തുന്നവരൊക്കെ ആണെങ്കിൽ തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമല്ലാത്ത സമീപനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരാളെ പൂർണ്ണമായും വിശ്വസിപ്പിച്ച് പോകാതെ ഒരു മേൽനോട്ടം സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. ശ്രദ്ധ ഉണ്ടാകണം തൊഴിൽ മേഖലകളിലൊക്കെ. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം. ചിങ്ങം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. മനസ്സും ശരീരവും ചിങ്ങം രാശിക്ക് അത്ര അനുകൂലമായിരിക്കില്ല. അലസതയൊക്കെ ഉണ്ടാവും. അത് ശരീരത്തിന് അസ്വസ്ഥത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് അലസത. അതൊക്കെ ഉണ്ടാവും. പ്രതിരോധ ശക്തിയൊക്കെ ഉണ്ടാവും. നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. അതേപോലെ ആസ്തമ ഉള്ളവർ ശ്രദ്ധിക്കുക. മനസ്സിനൊരു സ്വസ്ഥതയില്ല. അത്ര ദിവസമായിരിക്കും. അപ്പോൾ ഈ അമിതമായ BP ഒക്കെ ഉള്ളവർ, ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. അവർക്ക് മെഡിസിനൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം. പൊതുവെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അവർക്ക് കഴിയും. അതേപോലെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്ക ദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സമയമല്ല ഈ ദിവസം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ദൈവാധീനം അല്പം കുറയും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്ന് ശ്രദ്ധിക്കുക. കഫരോഗങ്ങളുള്ളവരും
ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ കേസൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കുക. ഈ ദിവസം കേസൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളിയിൽ നിന്ന് പരിപൂർണമായ ഒരു പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും. തൊഴിൽ മേഖല അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ചില മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാവും. അതേപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ചിങ്ങക്കൂറുകാർ വീട്ടിൽ ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ദിവസം തന്നെയാണ്. എങ്കിലും അവർക്കൊരു ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകും, ദോഷമാണെങ്കിലും. എന്നാൽ നല്ല രീതിയിൽ ദൈവാധീനം വരുത്താനും കൂടെ ശ്രമിച്ചാൽ പൊതുവേ മേന്മയുണ്ടാക്കിയെടുക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ആരോഗ്യവുമൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഒരു ക്ഷീണം, എപ്പോഴും അമിതമായൊരു ക്ഷീണം ഈ ദിവസം അനുഭവപ്പെടുന്നതായിട്ട് തോന്നും. ആത്മവിശ്വാസക്കുറവ്, അലസത ഇതൊക്കെ ഉണ്ടാവും. അതേപോലെ അലർജി, മൂക്കടപ്പ് ഇങ്ങനെയുള്ള അസ്വസ്ഥത മൂലം ആ ദിവസം ആരോഗ്യം അത്ര അനുകൂലമായിരിക്കില്ല. ഗർഭാശയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരെന്ന് ശ്രദ്ധിക്കുക, സ്ത്രീകൾ. ഇതുപോലെ ആരോ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഇത് സ്ത്രീകൾക്കും കൂടെ ബാധകമായ കാര്യങ്ങളാണോ ഈ ഫലങ്ങൾ? സ്ത്രീകൾക്കെന്ന എല്ലാവർക്കും, ഈ നാളിൽ ജനിച്ച എല്ലാവർക്കും, ജാതകം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്ക്, സർവ്വചരാചരങ്ങൾക്കും ഈ പറയുന്ന ഫലങ്ങളുടെ കാര്യങ്ങൾ ഒരു പരിധി വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും. മൃഗങ്ങളെ വരെ നിരീക്ഷിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓരോരോ വർത്തമാനം മൃഗങ്ങൾ ഏത് നാളിലാണ് ജനിച്ചതെന്നൊക്കെ അറിയാമെങ്കിൽ ഒക്കെ നിങ്ങൾക്കത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇതൊക്കെ അനുഭവമായിരിക്കും. നമ്മുടെ പൂർവ്വികർ ഇതൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവർക്കും, സർവ്വചരാചരങ്ങൾക്കും ഈ ഫലം ബാധകമാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നിരീക്ഷണം അനുസരിച്ച് അത് മനസ്സിലാവും. അതേപോലെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം കാര്യമായിട്ടുണ്ടാവും. കടബാധ്യത ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറുകാർക്കുണ്ട്. അതേപോലെ മറ്റുള്ളവരുമായി കലഹവും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമല്ല. വാക്കുകൾ മേന്മയുള്ളതല്ല. ധനപരമായ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അത്ര മേന്മ പ്രതീക്ഷിക്കരുത്. തൊഴിൽ രംഗത്ത് അല്പം മേന്മയൊക്കെ ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും. എങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസം കൂടെയാണ്. ഇനി തുലാം രാശിക്ക് കുറച്ച് നാളായിട്ട് കഠിന ദോഷമായിരുന്നു. കഴിഞ്ഞ ദിവസം ദോഷമായിരുന്നു. ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും അത്ര മേന്മയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവരെ സംബന്ധിച്ചോ തുലാം രാശിക്കാർക്ക് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവമായി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് കഴിയും. എങ്കിലും ഒരു ക്ഷീണവും അലസതയും അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കഴിക്കുക. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പിത്തരോഗമുള്ളവർ ശ്രദ്ധിക്കുക. ഈ ദഹനക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഈ ഭക്ഷണം ഒക്കെ ക്രമീകരിക്കാനായിട്ട് തുലാം രാശിക്കാരോട് പറയുന്നത്. അതേപോലെ അവരുടെ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ തുലാം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും. മേലുദ്യോഗസ്ഥരുടെ ഒരു ഇതുണ്ടാവും. അതേപോലെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരൊക്കെ അനുകൂലമായിരിക്കും. അപ്പോൾ എല്ലായിടത്തും സുഹൃത്തുക്കളുടെ ഒരു അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യത തുലാം രാശിക്കാർ മനസ്സിലാക്കണം. മറ്റുള്ളവരുമായും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിച്ചാൽ കഴിയുമെന്നുള്ളത് കൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്ന കാര്യങ്ങളെ തുലാം രാശിക്കാർക്ക് അതിൽ വരുന്നുള്ളൂ. ജീവിത പങ്കാളി അനുകൂലമല്ല. ദൈവാധീനം വളരെ കുറവാണ്. സാമ്പത്തികമായ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അത്ര മേന്മയൊന്നും പറയാൻ കഴിയില്ല. എങ്കിലും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. പക്ഷെ തൊഴിലാളികൾ, സ്ഥാപനമൊക്കെ നടത്തുന്നവരെ തൊഴിലാളികൾ, അതേപോലെ തൻ്റെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ മാത്രമല്ല സഹപ്രവർത്തകരും കൂടെ ആകുമ്പോൾ സഹപ്രവർത്തകരിൽ എല്ലാവരും അത്ര മേന്മയുള്ളവരായിക്കൊള്ളുന്നില്ല. അത് ശ്രദ്ധിക്കണം. അതേപോലെ
എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കാനും തുലാം രാശിക്കാർ ശ്രദ്ധിക്കണം. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികക്കാർക്ക് കഠിന ദോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അത് അവർ ശ്രദ്ധിക്കണം. എങ്കിലും ദൈവാധീനമൊക്കെ ഉള്ളത് കൊണ്ട് ഏത് കഠിനദോഷത്തെയും കുറയ്ക്കാനൊക്കെ കഴിയും. എങ്കിലും ഫലം പറയുമ്പോൾ കഠിനദോഷം എന്ന് തന്നെ പറയണം. കാരണം അല്പശ്രദ്ധ ഉണ്ടെങ്കിലേ ആ കഠിനദോഷം കുറയുള്ളൂ, അല്ലെങ്കിൽ ദോഷം കൂടും. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക വൃശ്ചിക രാശിക്കാർ. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ആരോഗ്യവും അത്ര അനുകൂലമല്ല. ശരീരത്തിനും പലവിധ പ്രയാസങ്ങളുണ്ടാവും, മനസ്സിനും പല പ്രയാസങ്ങളുണ്ടാവും. ബുദ്ധി അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിലൊന്നും പ്രവർത്തിക്കില്ല. മാതൃപിതൃ സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെ ഈ മാനസിക സംഘർഷാവസ്ഥയൊക്കെ ഉള്ളവർക്ക്, അതുപോലെ മനോരോഗത്തിനൊക്കെ മെഡിസിൻ ഉപയോഗിക്കുന്നവരൊക്കെ അത് കൃത്യമായി ഉപയോഗിക്കുക. വളരെ ശ്രദ്ധിക്കുക. ദിവസം അസ്വസ്ഥ വരാതിരിക്കുക, മനസ്സ് സ്വസ്ഥമാക്കി വയ്ക്കാൻ ശ്രദ്ധിക്കാം. ആസ്തമയൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം, അനുകൂലമല്ല അവർക്ക്. അതേപോലെ വൃശ്ചികക്കാർക്ക് സഹോദര സ്ഥാനീയരത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളും വൃശ്ചികക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. മുൻകോപം മൂലം ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പിന്നീട് ഒരു ദോഷകരമായ അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അത് പരിഹരിക്കപ്പെടുമെങ്കിലും പിന്നീട് അതൊരു പ്രശ്നകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. ജീവിത പങ്കാളിയുടെയും മക്കളുടെയും ഒക്കെ ഒരു സഹായം വൃശ്ചികക്കൂറുകാർക്ക് കിട്ടും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. എന്നാൽ തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. അപകടം ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ വൃശ്ചികക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. ആ ദിവസം കഴിയുമെങ്കിൽ അവരത് ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും വളരെ നല്ലത്. വളരെയധികം ശ്രദ്ധിക്കുക. ധനു, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ശാരീരികമായി അത്ര അനുകൂലമല്ലെങ്കിലും മനസ്സ് പൊതുവെ സ്വസ്ഥമായിരിക്കും. അതേപോലെ ഒരു വിളർച്ച, ഒരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത അവർക്ക് കൂടുതലാണ്. ഒരു പ്രതിരോധ ശക്തി കുറവ് അതുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ നേത്രരോഗങ്ങളുള്ളവർ, ഉഷ്ണരോഗങ്ങളുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. എന്നാൽ മനസ്സ് അവർക്ക് പൊതുവെ അനുകൂലമാണ്. ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ധനുരാശിക്കാർക്ക് നടത്തിക്കൊണ്ടുപോകുന്നതിനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാകും. കടബാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അശ്രദ്ധ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും. ദൈവാധീന കുറവുള്ളൊരു ദിവസമാണ്. ധനപരമായ ചില നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയും അനുകൂലമായിരിക്കും. ഈ ധനുക്കൂറുകാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഗ്രഹങ്ങൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവരോട് അത് പറയുന്നത്. അപ്പം അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഗുണം. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ഗുണകരമാണ്. പൊതുവെ നോക്കുമ്പോൾ ഗുണകരമാണ്. ആരോഗ്യമൊക്കെ, ശാരീരിക ആരോഗ്യമൊക്കെ അനുകൂലമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സംശയമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. വേണ്ടത് വേണ്ട പോലെ ചെയ്യാൻ കഴിയും. പക്ഷെ മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ ആസ്തമ പോലുള്ള അസുഖമുള്ളവർക്ക് ഈ ദിവസം മകരക്കൂറുകാർക്ക് അനുകൂലമായിരിക്കില്ല. അതും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഈ അലർജി രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനികർക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള വലിയ ദോഷമൊന്നും ഇവരെ ബാധിക്കുന്ന ദിവസമല്ല. കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർത്തു കൊണ്ടുവരുവാനായിട്ട് ഇവർക്ക് കഴിയും. മുൻകോപമൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. അത് ഒന്ന് ശ്രദ്ധിച്ചുപയോഗിക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല.
എന്നാലും സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ നടക്കും. ജീവിത പങ്കാളിയിൽ നിന്നും ഒക്കെ അനുകൂല അവസ്ഥയുണ്ടാവും. കുടുംബത്തിൽ സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. മക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ഒരു വേണ്ട പുരോഗതി തൊഴിൽ മേഖലയിൽ ഈ ദിവസം ഉണ്ടാകാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ഇനി കുംഭം രാശി. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് പൊതുവെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവ് മൂലം പല കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യാൻ കഴിയില്ല. എങ്കിലും മനസ്സ് അനുകൂലമാണ്, ബുദ്ധി അനുകൂലമാണ്, മാതൃസ്ഥാനീയർ അനുകൂലമാണ്. തൊഴിൽ മേഖലയിലെ മേലുദ്യോഗസ്ഥരൊന്നും അനുകൂലമായിരിക്കില്ല. നേത്രരോഗങ്ങളുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ വിളർച്ച ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുംഭക്കൂറുകാർക്ക് ഉണ്ടാകുന്നൊരു ദോഷമാണ്. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം. മുൻകോപമൊക്കെ ആയിട്ട് എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് മേന്മയുള്ളതാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായി ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ധനപരമായ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ചില തടസ്സങ്ങൾ മൂലം മനസ്സിന് ഒരു പ്രയാസം ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ടാകും. മക്കളിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥയുണ്ടാവും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ, മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തൽ ഒക്കെ മനസ്സിനെ ബാധിക്കും. ഒരു തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർ, തൊഴിലാളികളൊക്കെ താഴെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അത് എന്നാലും വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനായിട്ട് അവർ ശ്രദ്ധിക്കുക. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മീനം പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ദൈവാധീനം വളരെ കുറഞ്ഞ സമയമാണ്. എങ്കിലും മനസ്സ് അവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് ബുദ്ധിയും അനുകൂലമായിരിക്കും. അപ്പം മനസ്സിനെയൊക്കെ ഒന്ന് ശാന്തമാക്കി വയ്ക്കാനായിട്ട് അവർക്ക് കഴിയും. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യുമെങ്കിലും മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ കഴിയുന്നത് കൊണ്ട് അതിനെ നേരിടാനുള്ളൊരു മനസ്സ് അവർക്കുണ്ടാവും. എങ്കിലും ഒരാത്മവിശ്വാസക്കുറവ് അവരുടെ മനസ്സിനെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കും. അലസത, വേണ്ടതുപോലെ വേണ്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അതേപോലെ ആസ്തമ പോലുള്ള അസുഖമുള്ളവർ, ഉദര സംബന്ധമായ അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വൃക്കരോഗമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുദോഷം മൂലം പല പ്രയാസങ്ങളും കുംഭം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടി വരും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കുക. അനാവശ്യമായി മറ്റുള്ളവരുമായി കലഹം ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കുംഭം രാശിക്കാർക്ക് പൊതുവെ സഹായകരമായിരിക്കും, ഗുണകരമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കുംഭക്കൂറുകാർക്ക് ചില കഷ്ടനഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അപകടങ്ങളും കരുതിയിരിക്കണം കുംഭക്കൂറുകാർ. മീനം പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്കും അത്ര മേന്മയില്ല. ശരിക്കും ജീവിത പങ്കാളി മാത്രമേ അനുകൂലമായിട്ടുണ്ടാവും. ബാക്കി എല്ലാ കാര്യങ്ങളിലും അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുദോഷങ്ങൾ, കടബാധ്യത ഉണ്ടാകുക, ഇതൊക്കെയായിട്ട് മീനരാശിക്കാർക്ക് വളരെ പ്രയാസകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. വാക്കുകൾ അനുകൂലമാകില്ല. അറിയാതെ പറയുന്ന വാക്കുകൾ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ ശത്രുക്കളാക്കി മാറ്റും. ധനപരമായ നഷ്ടം. തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാതിരിക്കുക. ജീവിത പങ്കാളി അനുകൂലമായി മാത്രം അനുകൂലമായിട്ടുണ്ടാവുക. തൊഴിൽ രംഗത്ത് വളരെ പ്രശ്നങ്ങളുണ്ട്. അലർജി സംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെ മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. അപ്പോൾ പൊതുവേ ഈ അനുകൂലമല്ല എന്ന് പറയുന്നവർ ശരിക്കും കഠിനമായ ദോഷം എന്നൊക്കെ പറയുന്നത് മിഥുനം, വൃശ്ചികം, കുംഭം, മീനംകാർക്കാണ്. ഈ കൂറുകാരൊക്കെ നന്നായിട്ട് നാമം ജപിച്ചാൽ, ക്ഷേത്ര ദർശനമൊക്കെ നടത്തി, ഈശ്വരാരാധനയൊക്കെ നടത്തി ഈ ദോഷങ്ങളെ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടിയാണ്. നന്നായിട്ട് ഈശ്വരനെ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ ഈ ദോഷങ്ങളെയൊക്കെ പരിധി വരെ കുറയ്ക്കാൻ കഴിയും.
അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഈ നക്ഷത്രഫലം നിങ്ങൾ അങ്ങനെ കണ്ടാണ് നിങ്ങൾ ഈ നക്ഷത്രഫലത്തെ സ്വീകരിക്കേണ്ടത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.